ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്ഥിരമായി കേൾക്കാൻ സാധ്യതയുള്ള 3 ടേംസാണ് എൻക്രിപ്ഷൻ, എൻകോഡിംഗ് ആൻഡ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും തീർച്ചയായും ഈ ഒരു 3 സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതകളുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ആ മെസ്സേജിനെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ആൽഗോരിതത്തിലൂടെ കടത്തിവിട്ടിട്ട് അതിനെ വേറൊരു ഫോമാക്കി മാറ്റുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നും ഇത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എൻകോഡിങ് എന്താണെന്ന് നോക്കാം. എൻകോഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി നോൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റിവേഴ്സിബിൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എനിക്ക് എൻ്റെ ഫ്രണ്ടിന് പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ മെസ്സേജ് ബേസ് 64 ആൽഗോരിതം യൂസ് ചെയ്ത് എൻകോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഫ്രണ്ടിന് പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞു, ഈ മെസ്സേജ് ഞാൻ എൻകോഡ് ചെയ്തിരിക്കുന്നത് ബേസ് 64 ആൽഗോരിതം യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ആ ഫ്രണ്ട് എന്ത് ചെയ്യും? ആ ബേസ് 64 ആൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ മെസ്സേജിനെ ഡീകോഡ് ചെയ്യും. അങ്ങനെ ആ ഒറിജിനൽ മെസ്സേജ് എന്താണെന്ന് അയാൾക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആ എൻകോഡഡ് മെസ്സേജിനെ ഡീകോഡ് ചെയ്യാൻ ഏത് അൽഗോരിതം മാത്രമാണ് യൂസ് ചെയ്തത് എന്നറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോൾ ബേസ് 64 ആവാം, അല്ലെങ്കിൽ ഏത് അൽഗോരിതം വേണേലും ആകാം. ഞാൻ ഏത് അൽഗോരിതം യൂസ് ചെയ്താണോ ആ മെസ്സേജിനെ എൻകോഡ് ചെയ്തത്, ആ അൽഗോരിതം ഏതാണെന്ന് ആ അപ്പുറത്തിരിക്കുന്ന യൂസറിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ മെസ്സേജിനെ ഡീകോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കീയുടെ ഉപയോഗം വരുന്നില്ല. ഇവിടെ നമ്മൾ ഒരു ഫോർമാറ്റിലുള്ള ഡാറ്റ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏത് അൽഗോരിതമാണ് എൻകോഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ മെസ്സേജിനെ ഡീകോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എൻക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. എൻക്രിപ്ഷനിലേക്ക് വരുമ്പോൾ എൻകോഡിംഗ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കീ എന്നൊരു സംഗതി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കീ എന്ന് പറയുന്നത് ഒരു വേർഡ് ആവാം, ഒരു സ്ട്രിങ് ആവാം, ഒരു സർട്ടിഫിക്കറ്റ് ആവാം, എന്ത് വേണേലും ആവാം. ആ ഒരു പർട്ടിക്കുലർ കീയുടെ സഹായത്തോടെയാവും നമ്മൾ ഈ ഒരു മെസ്സേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും നമ്മൾ ആദ്യം കൊടുത്ത ഇൻപുട്ടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ എൻക്രിപ്റ്റ് ചെയ്ത ആ പർട്ടിക്കുലർ മെസ്സേജ് അല്ലെങ്കിൽ ഡേറ്റയെ നമുക്ക് അതിൻ്റെ പഴയ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ കീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ മെസ്സേജിനെ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ ഓൾസോ സാധിക്കും. എൻക്രിപ്ഷൻ മെയിനായിട്ടും ഉള്ളത് 2 ടൈപ്സ് ആണ്, സിമെട്രിക് എൻക്രിപ്ഷനും അസിമെട്രിക് എൻക്രിപ്ഷനും. സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ കീ വെച്ച് തന്നെയായിരിക്കും നമ്മൾ ആ പർട്ടിക്കുലർ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിനെ എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അത് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കീ ഉപയോഗിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്ന ആൾക്ക് ആ പർട്ടിക്കുലർ മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിലും ആ സെയിം കീ തന്നെ ഉപയോഗിച്ച് ആ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അസിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെട്രിക്കിൻ്റെ കേസിൽ ഒരേ കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അസിമെട്രിക് എൻക്രിപ്ഷൻ വരുമ്പോൾ ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഒരു കീയും അതേപോലെ തന്നെ ആ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ മറ്റൊരു കീയുമായിരിക്കും ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയക്കുന്നത് ഞാൻ എൻ്റേതായ ഒരു കീ ഉപയോഗിച്ചായിരിക്കും. ആ കീ ഉപയോഗിച്ചായിരിക്കും ഞാൻ ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ സെയിം കീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു കീ യൂസ് ചെയ്യണം. ഇതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെർച്ച് ബാർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലോക്ക് ബട്ടൺ കാണാൻ സാധിക്കുമല്ലേ? അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്നത് HTTPS എന്നാണ്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർഡ് എന്ന പ്രോട്ടോക്കോളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പ്രോട്ടോക്കോൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ പോയി എന്ത് ഡാറ്റ എൻ്റർ ചെയ്താലും അതതിൻ്റെ സെർവറിലേക്ക് സെൻഡ് ആവുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാവില്ല, പകരം എൻക്രിപ്റ്റ് ടെക്സ്റ്റ് ആയിട്ടാവും അതിൻ്റെ വെബ് സെർവറിലേക്ക് സെൻഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കർ വന്ന് നമ്മൾ അയക്കുന്ന ഡേറ്റയെ സ്നിഫ് ചെയ്താലും ആ
ഡേറ്റ കൊണ്ട് ഒന്നും അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ആ എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് ആയിരിക്കും. ആ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച കീ ഇല്ലെങ്കിൽ ആ അറ്റാക്കറിന് ആ ഡേറ്റ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സംസാരിച്ച 2 ടോപ്പിക്കും, അതായത് എൻക്രിപ്ഷൻ ആൻഡ് എൻകോഡിങ്, റിവേഴ്സിബിൾ ആണ്. അതായത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ആ മെസ്സേജിനെ അതിൻ്റെ ഒറിജിനൽ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഹാഷിംഗ് എന്ന് പറയുന്നത്. ഹാഷിംഗ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു മെസ്സേജിനെ ഒരു പർട്ടിക്കുലർ ഹാഷിംഗ് അൽഗോരിതത്തിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഹാഷ് വാല്യൂ കിട്ടും. ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡേറ്റയ്ക്ക് യുണീക്ക് ആയിരിക്കും. അതായത് വേറൊരു ഡേറ്റയ്ക്കും ആ പർട്ടിക്കുലർ ഹാഷ് വാല്യൂ ഒരിക്കലും വരില്ല. അതേപോലെ തന്നെ ആ ഒറിജിനൽ ഡാറ്റയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു മാറ്റം വരികയാണെങ്കിൽ ആ ഹാഷ് വാല്യൂവിന് ഓൾസോ മാറ്റം വരുന്നതായിരിക്കും. ഈ ഹാഷിംഗ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പാസ്വേഡ് സ്റ്റോർ ചെയ്യാനായിരിക്കും. അതായത് ഒരു ഡാറ്റാ ബേസിലേക്ക് പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ, അതായത് പാസ്വേഡൊക്കെ തീരെ റിവേഴ്സിബിൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എന്താണ് എൻകോഡിങ്, എന്താണ് എൻക്രിപ്ഷൻ, എന്താണ് ഹാഷിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.